ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ചിക്കൻ പോക്സ്. ചിക്കൻ പോക്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഒന്നെങ്കിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ ചിക്കൻ പോക്സ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നൊരു ഡിസീസ്, അല്ലെങ്കിൽ ഹൈലി കണ്ടേജിയസ് ആയിട്ടുള്ള ഒരു ഡിസീസാണ്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് വേണമെങ്കിൽ പറയാം. വീട്ടിൽ ഒരാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്കൊക്കെ തീർച്ചയായും ഉണ്ടാവുന്നൊരു അസുഖമാണ്. പക്ഷേ ഇതൊരിക്കൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആജീവനാന്തം അതിനെതിരെ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. നമ്മൾ ഇമ്മ്യൂണോളജിയിൽ അതൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതേ ആൾക്ക് വീണ്ടും ഈ ചിക്കൻ പോക്സിൻ്റെ ഡിസീസ് ഉണ്ടാവൽ വളരെ അപൂർവമായിട്ടാണ്. കാരണം അതിനെതിരെയുള്ളൊരു മെമ്മറി സെൽസ് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ എപ്പോൾ ചിക്കൻ പോക്സിൻ്റെ വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാലും ആ മെമ്മറി സെൽസ് പ്ലാസ്മ സെല്ലുകളായിട്ട് മാറുകയും പ്ലാസ്മ സെൽസ് ഇതിനെതിരെ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുകയും ഇതിനെ നശിപ്പിക്കുകയും ചെയ്യും. നമുക്കറിയാവുന്നതാണ്. ഇനി എന്താണ് ചിക്കൻ പോക്സ്? അല്ലെങ്കിൽ ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്ന ഓർഗാനിസത്തിൻ്റെ പേരെന്താണ്? വേരിസെല്ല സോസ്റ്റർ എന്ന് പറയുന്ന ഒരു വൈറസാണ് നമുക്ക് ചിക്കൻ പോക്സ് എന്ന ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് കേട്ടോ. വേരിസെല്ല സോസ്റ്റർ. അപ്പോൾ സാധാരണഗതിയിൽ നമുക്കറിയാം എന്താണ് ചിക്കൻ പോക്സ്. നമ്മുടെ ശരീരത്തിൽ എന്താണ് ചെറിയ ചെറിയ കുത്തുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അതായത് പീപ്പിൾ ഹു ഗെറ്റ് ദ വൈറസ് ഓഫൻ ഡെവലപ്പ് എ റാഷ് ഓഫ് സ്പോട്ട് ദാറ്റ് ലുക്സ് ലൈക്ക് എ ബ്ലിസ്റ്റർ ഓൾ ഓവർ ദെയർ ബോഡീസ്. അല്ലേ, നമ്മളെ ബോഡിയിൽ ആദ്യം കുറച്ചുണ്ടാവും, പിന്നെ നമ്മുടെ ശരീരത്തിൽ മുഴുവനും ഈ ചെറിയ ചെറിയ വാട്ടർ ബ്ലിസ്റ്റേഴ്സ് പോലെയുള്ള ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടാവും. ഇനി ഈ ചെറിയ കുരുക്കൾ സാധാരണഗതിയിൽ നമ്മുടെ റെഡ് സ്കിന്നിലാണ് കാണപ്പെടുന്നത്. അത് പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിലും കാണപ്പെടുന്നു. ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈസ്, ചെറുതുണ്ടാവും, കുറച്ച് വലുതുണ്ടാവും, അതിൻ്റെ വലുതുണ്ടാവും, അങ്ങനെ പല രീതിയിലുള്ള ബ്ലിസ്റ്റേഴ്സായിട്ട് നമ്മുടെ ശരീരത്തിൽ മുഴുവനും അത് പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അത് വരുമ്പോഴാണ് നമ്മൾ ഇതൊരു ചിക്കൻ പോക്സ് ആണെന്ന് തിരിച്ചറിയുന്നത്. പക്ഷേ അതിൻ്റെ മുമ്പേ നമുക്ക് ഒരുപാട് സിംറ്റംസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. ഒരു 10-12 ദിവസം ഇതിൻ്റെ പ്രഡ്രോമിനൽ സിൻഡ്രോം ഒക്കെ കഴിഞ്ഞ് സിംറ്റംസൊക്കെ കഴിഞ്ഞ് അവസാന സമയത്താണ് നമുക്ക് ഈ രോഗത്തിൻ്റെ അവസാന സമയമാണ് ആക്ച്വലി ഈ ബ്ലിസ്റ്റേഴ്സ് ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുക എന്നുള്ളത്. അപ്പോൾ ചിക്കൻ പോക്സിന് വേറൊരു പേരും കൂടെ പറയാറുണ്ട്, ആസ് വേരിസെല്ല കേട്ടോ. ചിക്കൻ പോക്സിന് വേറെ പറയുന്ന പേരാണ് വേരിസെല്ല. ഇതൊരു DNA വൈറസാണ്. ഇത് സാധാരണഗതിയിൽ വിൻ്റർ സീസണിലും സ്പ്രിംഗ് സീസണിലുമാണ് സാധാരണഗതിയിൽ ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതുപോലെ ഈ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള ചെറിയ ചെറിയ ബ്ലിസ്റ്റേഴ്സ് അല്ലെങ്കിൽ കുരുക്കൾ ഉണ്ടാവും. ഇതാണ് ഈ വൈറസിൻ്റെ സ്ട്രക്ചർ. നിങ്ങൾക്ക് നിർബന്ധമില്ല, വേണ്ടവർ നിങ്ങൾ നോക്കിയിട്ട് വരച്ചെടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ സിംറ്റംസ്, സാധാരണ ഇതിൻ്റെ സിംറ്റംസ് ആണ് ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, വിശപ്പില്ലായ്മ, ജലദോഷം, പനി, വയറുവേദന, തലവേദന, ഒരു ജനറൽ ഫീലിംഗ് ഓഫ് ഇൽനെസ്, അല്ലേ, ഒരു വയ്യാത്ത പോലെ ഉള്ളൊരു ഫീലിംഗ്, റാഷ്, ചെറിയ ചെറിയ അടയാളങ്ങൾ, തൊലിയിൽ ചെറിയ ചെറിയ അടയാളങ്ങൾ ഉണ്ടാകുന്ന ക്ഷീണം, സോർ ത്രോട്ട്, അതുപോലെ തന്നെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നല്ല പനിയും ഉണ്ടാവും. ഇതൊക്കെയാണ് ഇതിൻ്റെ സാധാരണ സിംറ്റംസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡയഗ്നോസിസ് സാധാരണ ആവശ്യമില്ല. കാരണം ഇത് കണ്ടാൽ തന്നെ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ബ്ലിസ്റ്റേഴ്സ് കണ്ടാൽ തന്നെ നമുക്ക് ഇതിനെ തിരിച്ചറിയാൻ പറ്റും. എന്താന്ന് ചിക്കൻ പോക്സ് ആണെന്ന് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ചൊരു ഡയഗ്നോസിസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഡയഗ്നോസിസ് വേണമെങ്കിൽ സാധാരണ ആ ബ്ലിസ്റ്റേഴ്സിലെ ആ ഫ്ലൂയിഡ് എടുത്തിട്ട് നമ്മൾ അതിന് വൈറസിനെ ഐസൊലേറ്റ് ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. അതിനെ സ്റ്റെയിൻ ചെയ്ത് നമുക്കതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സിറോളജിക്കൽ ടെസ്റ്റ് ചെയ്ത് IgM ആൻറ്റിബോഡിനെ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ എലൈസ ടെസ്റ്റിലൂടെ നമുക്കിതിനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഡയഗ്നോസിസിൻ്റെ വല്ല ആവശ്യമൊന്നുമില്ല. നമ്മളൊന്നും ഒരിക്കലും ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യാൻ പോവാറില്ല. ചിക്കൻ പോക്സ് ആണോ എന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യാൻ പോവാറില്ല. കാരണം അത് ഡോക്ടർക്കും സാധാരണ ജനങ്ങൾക്കൊക്കെ ഈ ബ്ലിസ്റ്റേഴ്സ് കണ്ടു കഴിഞ്ഞാൽ ചിക്കൻ പോക്സ് ആണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഡയഗ്നോസിസിന് ഇവിടെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല കേട്ടോ. എറ്റിയോളജി, വെരിസെല്ല സോസ്റ്റർ വൈറസ് ക്യാൻ കോസ് 2 ഡിസ്റ്റിങ്ക്റ്റ് ലീഷൻ. 2 തരത്തിലുള്ള ലീഷൻസ് ആണ് ഉണ്ടാകുന്നത്. ഒന്ന് ചിക്കൻ പോക്സ് ലീഷൻ, അതിനാണ് നമ്മൾ ആദ്യം ഉണ്ടാകുന്ന ലീഷനാണ് ചിക്കൻ പോക്സ് ലീഷൻ, അതിന് പ്രൈമറി ലീഷൻ എന്ന് പറയുന്നു. പിന്നെ വേറൊന്നാണ് ഹെർപ്പസ്
സോസ്റ്റർ റിയാക്ഷൻ അല്ലെങ്കിൽ റീആക്ടിവേറ്റഡ് ലീഷൻസ്. ഈ റീആക്ടിവേറ്റഡ് ലീഷൻസ് ആദ്യം ഉണ്ടാവുന്ന ഈ ചിക്കൻ ബോക്സ് അല്ലെങ്കിൽ പ്രൈമറി ലീഷന് ശേഷം ഉണ്ടാവുന്ന സംഭവമാണ് ഈ റീ ആക്ടിവേറ്റഡ് ലീഷൻ എന്ന് പറയുന്ന ഈ രണ്ടാമത് കാണുന്ന ലീഷൻസ്. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ലീഷൻസാണ് സാധാരണഗതിയിൽ ചിക്കൻ ബോക്സിൻ്റെ കേസിൽ കാണാറുള്ളത്. ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് സാധാരണ 2 ആഴ്ചയാണ് കേട്ടോ. 2 ആഴ്ചയാണ് ഇതിന്. അതായത് ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞ് ഒരു 2 ആഴ്ചകൾക്ക് ശേഷമാണ് നമ്മുടെ ശരീരത്തിൽ ഇതിൻ്റെ സൈൻ ആൻഡ് സിംറ്റംസ് കണ്ടു തുടങ്ങുന്നത്. മോസ്റ്റ് കണ്ടേജിയസ് ആണ്. അതായത് നമ്മൾ അവരെ തൊട്ട് കഴിഞ്ഞാലൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ് സ്മാൾ പോക്സ് എന്ന് പറഞ്ഞാൽ വസൂരി എന്ന് പറഞ്ഞ അസുഖമുണ്ട്. വസൂരി എന്ന അസുഖത്തെ അത്ര സീരിയസ് ആയിട്ടുള്ള ഡിസീസൊന്നുമല്ല. മാത്രമല്ല ഇതിൻ്റെ മോർട്ടാലിറ്റി റേറ്റ് കുറവാണ്. ഇത് വന്ന് മരിച്ചു പോകുന്ന ആളുകളുടെ എണ്ണമൊക്കെ കുറവാണ്. പക്ഷേ വസൂരി അങ്ങനെ അല്ലായിരുന്നു. സ്മോൾ പോക്സ് പറഞ്ഞാൽ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഡിസീസാണ്. അതിനെ നമ്മൾ ഈ ഭൂമുഖത്തുനിന്ന് ഓൾമോസ്റ്റ് ഇറാഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ലെസ് സിവിയർ ദാൻ സ്മോൾ പോക്സ്. ഇനി യങ് ചിൽഡ്രൻസ് ജനറലി ഹാവ് ഐദർ നോ ഓർ എ വെരി മൈൽഡ് എഫക്റ്റ്. ചെറിയ കുട്ടികൾക്ക് വലിയ എഫക്റ്റ് ഒന്നും സാധാരണഗതിയിൽ ഈ അസുഖം കൊണ്ട് ഉണ്ടാവാറില്ല. പത്തോജനിസിസ്, എങ്ങനെയാണ് ഈ രോഗം രോഗം ശരീരത്തിൽ നിന്ന് ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഡിസീസ് പ്രോഗ്രഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ 1 മുതൽ 3 വരെയുള്ള സമയത്ത് ഇൻഫെക്ഷൻ ഓഫ് കൺജങ്ക്റ്റീവ് ആൻഡ് മ്യൂക്കോസ ഓഫ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്. അപ്പോൾ ആദ്യത്തെ, അതായത് നമ്മുടെ ശരീരത്തിൽ ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞ് ഈ രോഗാണു അല്ലെ വൈറസ് രോഗം ഉണ്ടാക്കാൻ തുടങ്ങുന്ന ആദ്യത്തെ 3 ദിവസങ്ങളിൽ നമ്മുടെ കൺജങ്ക്റ്റീവയിലും നമ്മുടെ അതുപോലെ തന്നെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് മ്യൂക്കോസയിലൊക്കെയാണ് ഇൻഫെക്ഷൻ കണ്ടുവരുന്നത് കേട്ടോ. എന്നിട്ട് ഈ വൈറസ് റിപ്ലിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ റീജിയണൽ ലിംഫ് നോഡിൽ വെച്ചിട്ടാണ്. റീജിയണൽ ലിംഫ് നോഡുകളിൽ വെച്ചിട്ട് ഈ വൈറസ് റിപ്ലിക്കേറ്റ് ചെയ്യും. ഇനി 4 മുതൽ 6 ദിവസം, ഇപ്പോൾ 3 ദിവസം വരെ നമ്മൾ പറഞ്ഞില്ലേ, 3 ദിവസം എന്താണ് നമ്മൾ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലെ മ്യൂക്കോസയിലും കൺജക്റ്റീവയിലൊക്കെയാണ് ചെറിയ ചെറിയ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ റീജിയണൽ ലിംഫ് നോഡിലേക്ക് പോയിട്ട് അത് വൈറസുകൾ റിപ്ലിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി 4 മുതൽ 6 ദിവസം വരെ അവിടെയാണ് പ്രൈമറി വൈറീമിയ എന്ന് പറഞ്ഞാൽ എന്താ, പ്രസൻസ് ഓഫ് വൈറസ് അല്ലേ. പ്രൈമറി വൈറീമിയ ഉണ്ടാവും. അതുപോലെ തന്നെ വൈറൽ ഇൻഫെക്ഷൻ ഇൻ ലിവർ, സ്പ്ലീൻ ആൻഡ് അതർ ഓർഗാൻസ്. വൈറീമിയ ഉണ്ടാവുകയും നമ്മുടെ ശരീരത്തിലെ വിവിധ ഓർഗനിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവുകയും ചെയ്യും. അതായത് ലിവർ, സ്പ്ലീന് അതുപോലുള്ള ഓർഗൻസിലൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ചെയ്യും. ഇനി 10 മുതൽ 12 ദിവസം ആകുമ്പോഴേക്ക് സെക്കൻഡറി വൈറീമിയ ഉണ്ടാവും അല്ലേ. സെക്കൻഡറി വൈറീമിയ ഉണ്ടാവും. ഒരു 14-ാമത്തെ ദിവസമാണ് ശരിക്കും എന്തുണ്ടാവുന്നത്, നമ്മുടെ ശരീരത്തിൽ ഈ വാട്ടർ ബ്ലിസ്റ്റേഴ്സ് പോലെ അല്ലെങ്കിൽ ബ്ലിസ്റ്റേഴ്സിൻ്റെ കുരുക്കൾ പ്രത്യക്ഷപ്പെടുന്നത് ഏകദേശം ഈ ഇൻഫെക്ഷൻ തുടങ്ങി 14-ാമത്തെ ദിവസം ആകുമ്പോഴേക്കാണ്. അപ്പോൾ അതുവരെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഡിസീസ് പ്രോഗ്രഷൻ നമ്മൾ 0 to 3, 4 to 6 എന്നൊക്കെ പറഞ്ഞ് ഓരോ ദിവസം എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ സംഭവിച്ച് ഏകദേശം 14-ാമത്തെ ദിവസം ആകുമ്പോഴേക്കാണ് നമ്മുടെ ശരീരത്തിൽ ഇത്തരം വാട്ടർ ബ്ലിസ്റ്റേഴ്സ് പോലുള്ള ഈ സംഭവങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നത്. ട്രാൻസ്മിഷൻ നമുക്കറിയാം, സാധാരണ ഇൻഹേലിങ്, അതായത് നമ്മുടെ ശ്വാസത്തിലൂടെ സ്പ്രെഡ് ചെയ്യുന്നൊരു ഡിസീസാണ്. അതാണ് നമ്മളൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇൻ കേസ് രോഗിനെ സ്പർശിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ആ വീട്ടിൽ നിന്ന് ഏതെങ്കിലും ഈ പാർട്ടിക്കിൾസ് ഇൻഹെയിൽ ചെയ്യുന്ന വഴി നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇൻഹലേഷൻ വഴി, ഡ്രോപ്ലെറ്റ് വഴിയൊക്കെ അയാൾ തുമ്മുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ഈ വൈറസ് പുറത്തോട്ട് വരികയും ആ വൈറസിനെ നമ്മൾ ഈ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൊക്കെ ആയിട്ട് ഇൻഹെയിൽ ചെയ്യുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ഇൻഫെക്ഷൻ വരും. അതുപോലെ തന്നെ ദ വൈറസ് എൻ്റർ ദി ബോഡി ബൈ ഇൻഫെക്റ്റിംഗ് സെൽസ് ഇൻ ദി റെസ്പിറേറ്ററി ട്രാക്ട് അല്ലേ. അപ്പോൾ ഈ വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നത് റെസ്പിറേറ്ററി ട്രാക്റ്റിലുള്ള സെല്ലിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നു. ഇറ്റ് സ്പ്രെഡ് ടു മെനി അതർ പാർട്ട് ഓഫ് ദി ബോഡി ഇൻക്ലൂഡിങ് ദ സ്കിന്ന് വേർ ഇറ്റ് കോസ് ദി ക്യാരക്ടറിസ്റ്റിക് റാഷസ്. നിങ്ങൾക്ക് അറിയാം അല്ലേ, സ്കിന്നിലേക്ക് വരുമ്പോഴാണ് ഈ റാഷസ് ഉണ്ടാവുന്നത്. ഇനി ഏത് സമയത്താണ് ഈ ഡിസീസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്? സാധാരണഗതിയിൽ
ഈ ആളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഈ ചിക്കൻ ബോക്സ് ഉള്ള ആളുടെ ശരീരത്തിൽ ചിക്കൻ ബോക്സിൻ്റെ ലീഷൻസ് അല്ലെങ്കിൽ എന്താണ് ആ സംഭവമല്ല, ആ കുരുക്കൾ പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ 2 ദിവസം മുമ്പ് മുതൽ ആ റാഷസ് മുഴുവനും ഉണങ്ങിയിട്ട് അവിടെ ഒരു അടയാളം ആവുന്ന സമയം വരെ ഈ രോഗം വേറൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യും. അതായത് ഒരാൾക്കൊരു ചിക്കൻ ബോക്സ് ഉണ്ടായി. അപ്പോൾ ചിക്കൻ ബോക്സ് ഉണ്ടായി, അപ്പോൾ നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് അയാളുടെ ശരീരത്തിൽ ഈ ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാവുന്നത് വിചാരിക്കുക. പക്ഷേ അയാൾക്ക് ഇന്ന് മുതൽ മറ്റുള്ള ആളിലേക്ക് ഈ രോഗം ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇന്നാണ് എൻ്റെ ശരീരത്തിലേക്ക് ഈ ചിക്കൻ ബോക്സിൻ്റെ ബ്ലിസ്റ്റേഴ്സ് പ്രത്യക്ഷപ്പെട്ടതെന്ന് വിചാരിക്കുക. പക്ഷേ എനിക്ക് മിനിയാന്ന് മുതൽ മറ്റുള്ള ആളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എൻ്റെ ശരീരത്തിലുള്ള ഈ മുറിവുകൾ അല്ലെങ്കിൽ ഈ ബ്ലിസ്റ്റേഴ്സ് ഉണങ്ങി കലകളാവുന്ന അല്ലെങ്കിൽ ആ സ്കാബ് ആവുന്ന സമയം വരെ എനിക്ക് ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇറ്റ് മേക്സ് ഫ്രം 10 to 21 days ആഫ്റ്റർ ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ ഫോർ സംവൺ ടു ഡെവലപ്പ് ചിക്കൻ ബോക്സ്. ഏകദേശം 10-21 ദിവസത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഇൻഫെക്റ്റഡ് പേഴ്സണിന് മറ്റൊരാളിലേക്ക് ഈ ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റേജസ് ഓഫ് ചിക്കൻ ബോക്സ്. ഇൻക്യുബേഷൻ പീരീഡ് സാധാരണ 14 to 17 days ആണ്. പ്രിഡ്രോം 1 to 3 days ആണ്. അതിനുശേഷം വെസിക്കിൾസ് ഉണ്ടാകുന്നു. വെസിക്കിൾസ് ഉണ്ടാകുന്നതിന് ശേഷം പസ്റ്റ്യൂൾസ് വെസിക്കിൾസ് പഴുക്കുന്നു, അതിൽ പസ് ഉണ്ടാവുന്നു, പിന്നെ അത് സ്കാബ്സ് അടയാളങ്ങളാവുന്നു. റിക്കവറി ടിപ്പിക്കലി 7 days ആഫ്റ്റർ റാഷ് അപ്പിയേഴ്സ്. ഈ റാഷൊക്കെ വന്ന് ഏകദേശം ഒരു 7 ദിവസം കഴിയുമ്പോഴാണ് ഈ ഡിസീസ് റിക്കവർ ആവുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ക്യൂറായിട്ട് പോകുന്നത്. ഓറൽ മാനിഫെസ്റ്റേഷൻ നമ്മുടെ വായിലൊക്കെ ഇതിൻ്റെ നാവിലും നമ്മുടെ ബക്കൽ ക്യാവിറ്റിയിലൊക്കെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് ഈ വൈറസ് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അതിൻ്റെ പിക്ചേഴ്സൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. ഇനി കോംപ്ലിക്കേഷൻസ്, എന്തൊക്കെ കോംപ്ലിക്കേഷൻസാണ് ഉണ്ടാവുക? ഇപ്പോൾ ഈ ബ്ലിസ്റ്റേഴ്സ് വൈറൽ ബ്ലിസ്റ്റേഴ്സാണ്. ഈ വൈറസ് ബ്ലിസ്റ്റേഴ്സ് പഴുത്ത് കഴിഞ്ഞാൽ അതിൽ വേറൊരു സെക്കൻഡറി ഇൻഫെക്ഷനായിട്ട് ഈ ബാക്ടീരിയ വന്ന് ഇൻഫെക്ഷൻ ഉണ്ടാവും. അതാണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഓഫ് ലീഷൻസ്. ന്യൂമോണിയ ഉണ്ടാവും. സാധാരണഗതിയിൽ ഒരു 1000 കേസ് ഉണ്ടായാലും 3 ആളൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. 60,000 കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരാളൊക്കെയാണ് മരിച്ചു പോകുന്നത്. അതുകൊണ്ട് ഇതൊരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നമല്ല. പക്ഷെ ചില സമയത്തൊക്കെ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെയൊക്കെ ബാധിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ചില കോംപ്ലിക്കേഷൻസ് വരും. അത് വളരെ അപൂർവമായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ മയോകാർഡിയൈറ്റിസ്, നെഫ്രൈറ്റിസ്, ആർത്രൈറ്റിസ് ഒക്കെ ഉണ്ടാവും. മയോകാർഡിയൈറ്റിസ് എന്നാൽ ഇൻഫ്ലമേഷൻ ഓഫ് മയോകാർഡിയം, അല്ലെങ്കിൽ മയോകാർഡിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിനുണ്ടാകുന്ന ഒരു ലൈനിങ് ആണ്, അതിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ നെഫ്രൈറ്റിസ് എന്നാൽ കിഡ്നിക്ക് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് ഉണ്ടാവും. ആർത്രൈറ്റിസ് എന്നാൽ ജോയിൻസിനൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇനി ആർക്കൊക്കെയാണ് റിസ്ക് ഉള്ളത്? ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് കോംപ്ലിക്കേഷൻ, നോർമൽ അഡൾട്ട്, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് പേഴ്സൺസ്, അതുപോലെ പ്രഗ്നൻ്റ് വുമൺ, ഇവർക്കൊക്കെയാണ് ഈ കോംപ്ലിക്കേഷൻസ് ഉള്ളത്. ഇത്രയാണ് നമുക്ക് ചിക്കൻ ബോക്സിൽ പറയാനുള്ളത്.